ആലമൂട്ടിൽ തറവാട്ടിലെ ആ ദിവസം എല്ലാവരും ഉണർന്നപ്പോൾ ഒരു മൃതശരീരത്തിനെ ചൊല്ലിയുള്ള അലർച്ചകൾ കേട്ടിട്ടാണ് അന്നേ ദിവസം എല്ലാവരും ഉണർന്നത്. ആ ഒരു സമയങ്ങളിൽ എല്ലാവരും ഓടിക്കൂടി ഈ ഒരു വീടിനെ കുറിച്ചും ഈ ഒരു വലിയ തറവാടിനെ കുറിച്ചിട്ടും ഉള്ള ചർച്ചകൾ നീണ്ടിരുന്നു. കൊല്ലപ്പെട്ടത് നിസ്സാരക്കാരനായിരുന്നില്ല. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനും രാജ്യത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു പ്രഭു സമാനമായ ഒരു വ്യക്തിയായിരുന്നു അന്നേ ദിവസം കൊല്ലപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ നാഗവല്ലിയുടെ യഥാർത്ഥ കഥയും ആരായിരുന്നു നാഗവല്ലി, മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന ആ സിനിമയിൽ നാഗവല്ലിയെ കുറിച്ച് പറയുന്നതും യഥാർത്ഥ നാഗവല്ലിയുടെ ജീവിതം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ വീഡിയോയിലേക്ക് കടന്നു വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു 500 വർഷം മുൻപാണ്. 500 വർഷം മുൻപ് ആലപ്പുഴയില് മൊറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ 500 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ പണ്ട് ആ ഒരു കാലഘട്ടങ്ങളിൽ തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ തീണ്ടുകൂടായ്മ, അതുപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ രണ്ട് സഹോദരന്മാര്, താഴ്ന്ന ജാതിയിൽപ്പെട്ട 2 സഹോദരന്മാര് വലിയ യോദ്ധാക്കളായിരുന്നു. അവര് ഒരുപാട് ഫൈറ്റുകളും വാൾഫൈറ്റുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രകടനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. അവരുടെ സ്ഥലങ്ങളിൽ, അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് പേര് ഇവരുടെ ഈ ഒരു യുദ്ധങ്ങളും കാര്യങ്ങളും ഇവർ ഈ വാൾഫൈറ്റും അതുപോലെ തന്നെയുള്ള ഈ പരിപാടികളെല്ലാം കാണുവാനായിട്ട് ഒരുപാട് പേര് കൂടാറുണ്ടായിരുന്നു. പക്ഷെ ഇത് ഉയർന്ന ജാതിക്കാർക്ക് ഇത് തീരെ ഇഷ്ടമല്ല. താഴ്ന്ന ഈ വിഭാഗങ്ങൾ തങ്ങളെക്കാൾ ഉയർന്നു വരുന്ന ഈ ഒരു കാര്യം അവർക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ഇവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഇവര് എപ്പോഴും താഴ്ന്ന രീതിയിൽ നിൽക്കണമെന്ന് എപ്പോഴും ഉയർന്ന ജാതിക്കാർ ആഗ്രഹിച്ചു. അപ്പോൾ കാലം ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇവരുടെ യുദ്ധങ്ങളും ഇവരുടെ ഈ ശൂര പരാക്രമങ്ങൾ നാട് മുഴുവൻ വ്യാപിക്കുകയാണ്. എല്ലാ ആളുകളും ഇവരെ കുറിച്ച് കേൾക്കാനായിട്ടിടയാണ്. അങ്ങനെ തന്നെ അവസാനം രാജാവിന്റെ ചെവിയിലും ഇവരെ കുറിച്ച് എത്തിച്ചേരുകയാണ്. അപ്പോൾ രാജാവിന്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് പേര് ഇവരെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ രാജാവിന് ഇവരെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമായി. രാജാവിന് ഇവരെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടപ്പോൾ ഇവരുടെ ഈ വാൾഫൈറ്റും ഇവരുടെ ഈ വീരശൂര പരാക്രമങ്ങളും കാണുവാനായിട്ട് രാജാവിന് ഒരുപാട് ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ രാജാവ് തന്റെ 2 ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് ഈ 2 യോദ്ധാക്കളെ തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരണം. ഇവരുടെ ഫൈറ്റുകളും ഇവരുടെ വീരശൂര പരാക്രമങ്ങളും എനിക്ക് കൂടി കണ്ടു ബോധ്യപ്പെടണമെന്നും രാജാവിനെ വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് ഈ 2 ഭടന്മാരെ അങ്ങോട്ട് വിടുകയാണ്. ഭടന്മാര് അവിടെ എത്തിയതിനു ശേഷം ഈ ഒരു 2 യോദ്ധാക്കളോടും വളരെയധികം മോശമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ യോദ്ധാക്കൾ വിചാരിച്ചു രാജാവ് തങ്ങളെ കൊല്ലുവാനായിട്ട്, തങ്ങൾ ഇത്രയും താഴ്ന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് കൊല്ലുവാനായിട്ടാണ് രാജാവ് തങ്ങളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചത് എന്ന് ഉള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷെ അന്ന് കാലങ്ങളിൽ വേറൊരു സംഭവം നിലനിന്നിരുന്നു. ആ ഒരു രാജ്യത്ത്, ആ ഒരു സ്ഥലത്ത് ഈ ഒരു യുദ്ധം ചെയ്ത് മരിക്കുക എന്ന് പറഞ്ഞ 2 പേര് മരണം ഉറപ്പാകുന്ന സമയങ്ങളിൽ 2 പേരും തമ്മിൽ തല്ലി ചാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. അവരെ വളരെയധികം ആദരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് ആ ഒരു സ്വന്തം ഒരേ ഒരു അനിയത്തിയായിരുന്നു അവർക്ക്, ഒരേ ഒരു സഹോദരി ഉണ്ടായിരുന്നത് അവർക്ക്. അപ്പോൾ സഹോദരിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോഴേ രാജാവിന്റെ ഭൃത്യന്മാരെ മുഴുവനും വധിച്ചു കളയാണ് ഇവര്. അതിനുശേഷം തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ട് മരിക്കുകയാണ് 2 പേരും. അപ്പോൾ സഹോദരിക്ക് ഇത് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. അവര് ഓടി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അതിനുശേഷം തങ്ങളുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവിനും അതിയായ സങ്കടമായി. രാജാവ് ഒരു കാരണവശാലും അവരെ വധിക്കാനല്ല വിളിച്ചത്. അവരുടെ ഈ ഒരു കായിക മേഖലയിൽ ഈ ഒരു യുദ്ധവീരന്മാരെ വീരതന്ത്രങ്ങളെല്ലാം കാണുവാനായിട്ടാണ് രാജാവ് അവരെ ക്ഷണിച്ചത്. അപ്പോൾ ഈ രാജാവ് ഇവരോടുള്ള സങ്കടം കൊണ്ട് ആലപ്പുഴയിൽ മൊറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കണക്കിന് സ്ഥലം രാജാവ് ഇവർക്ക് കൊടുക്കാണ്, ഈ ഒരു സഹോദരിക്ക് കൊടുക്കാണ്. തങ്ങളുടെ സഹോദരന്മാര് ഇങ്ങനെ മരിക്കാനായിട്ടുള്ള കാരണം ഞങ്ങളുടെ രാജാവിന്റെ കൂടി
ബാധ്യതയാണെന്ന് രാജാവിന് തോന്നിയതുകൊണ്ട് ഇങ്ങനൊരു സ്ഥലം രാജാവ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കാലങ്ങളെ മുന്നോട്ട് പോയി. ഒരു 100 വർഷം മുൻപത്തെ ഒരു ചരിത്രമാണ്. നാരായണി അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആ സമയങ്ങളിൽ ആ ഒരു ആലമൂട്ടിൽ തറവാടും ആ ഒരു സ്ഥാപനങ്ങളും നോക്കി നടത്തിയിരുന്നത്. എന്താ വെച്ചാൽ രാജാവ് നൽകിയ ആ സ്ഥലവും കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിയിരുന്നത്. ഇവര് വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. അന്ന് കാലങ്ങളിൽ മരുമക്കത്തായ സമ്പ്രദായം നിലവിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം അതെന്താണെന്ന് അറിയാത്തവർ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ ഇതിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം നിലവിൽ നിൽക്കുന്ന കാലഘട്ടങ്ങളായിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ നാരായണമ്മയുടെ കയ്യിലായിരുന്നു ഈ സാഹചര്യങ്ങളും ഈ ഒരു ആലമൂട്ടി തറവാടുകളും ബാക്കിയുള്ള സ്വത്തുവകളും ഒക്കെ. തങ്ങളുടെ മക്കളും മരുമക്കളും കഴിവ് കെട്ടവരാണെന്നും അവർക്ക് ഈ ഒരു സ്വത്ത് വീതിച്ച് നൽകി കഴിഞ്ഞാൽ അവർ ദൂർത്തടിച്ച് നശിപ്പിക്കുമെന്നുള്ളൊരു പേടി നാരായണി അമ്മയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നാരായണി അമ്മ ഒരു കാര്യസ്ഥനെ നിയമിച്ച് കൊച്ചുകുഞ്ഞ് ചാക്യാർ എന്ന് പറയുന്നൊരു ഒരു കാര്യസ്ഥനെ അവിടെ നിയമിക്കുകയാണ്. അപ്പൊ കൊച്ചുകുഞ്ഞ് ചാക്യാരെ ഈ ഒരു കാര്യസ്ഥൻ ഈ പതിയെ കാര്യങ്ങളെ നോക്കി നടത്തുവാനൊക്കെ ആയിട്ട് തുടങ്ങി. പിന്നെ കാര്യങ്ങളൊക്കെ പതുക്കെ കൊച്ചുകുഞ്ഞ് ചാക്യാര് പതുക്കെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുകയും പിന്നെ ഒരു ദിവസം ഈ കൊച്ചുകുഞ്ഞ് ചാക്യാര് സ്ഥലങ്ങളും പൂർണ്ണ മുതലാളിയുടെ പോലെ ഒരു വലിയൊരു പ്രഭുവിന്റെ പോലെ ആ വീട്ടിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. നാരായണി അമ്മയുടെയും അതുപോലെ തന്നെ തന്റെ മക്കളും മരുമക്കളെയും എല്ലാവരും അടക്കി ഭരിക്കുവാനും ഏറ്റവും വലിയ അധികാരി താനാണെന്നും കൊച്ചുകുഞ്ഞ് ചാണക്യാര് ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കൊച്ചുകുഞ്ഞ് ചാണക്യാർക്ക് എന്ന് പറയുന്നത് വളരെയധികം വിപുലമായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. രാജാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് അദ്ദേഹത്തിനായിരുന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനായിട്ടുള്ളൊരു അധികാരം രാജാവ് ആ ഒരു കൊച്ചുകുഞ്ഞ് ചാക്യാർക്ക് നൽകിയിരുന്നു. പിന്നെ കൊച്ചുകുഞ്ഞ് ചാക്യാർക്ക് പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, രാജാവ് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേശത്ത് കൊച്ചുകുഞ്ഞ് ചാക്യാർക്ക് മാത്രമേ കാർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയ്ക്കധികം ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കൊച്ചുകുഞ്ഞ് ചാക്യാർ. പിന്നെ കാലങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഒരു ദിവസം ഈ കൊച്ചുകുഞ്ഞ് ചാക്യാർ തീരുമാനിക്കുകയാണ്, എൻ്റെ സ്വത്തുക്കള് എന്നുവെച്ചാൽ ഞാനാണ് ഇവിടുത്തെ പ്രധാന കാര്യം, എൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ അവകാശമാണ്. അപ്പോൾ സ്വത്തുക്കൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാലശേഷങ്ങൾ എൻ്റെ മക്കൾക്കാണ് സ്വത്തിന്റെ അവകാശം വരേണ്ടത്. അപ്പോൾ ഇതുകൂടി കേട്ടപ്പോൾ അവരുടെ നാരായണ അമ്മയ്ക്കും മരുമക്കൾക്കും വീണ്ടും ഇതിനോട് ദേഷ്യമായി തുടങ്ങി. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മുടെ ഈ കൊച്ചുകുഞ്ഞ് ചാക്യാര് എത്തിപ്പെടുകയാണ്. തമിഴ്നാട്ടിൽ എത്തിപ്പെട്ടപ്പോൾ അവിടെ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു പാവം നർത്തകിയായിരുന്നു നമ്മുടെ നാഗവല്ലി എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ നൃത്തം ചെയ്യുന്നതിനിടയിൽ കൊച്ചുകുഞ്ഞ് ചാക്യാര് ഈ നൃത്തം കാണുവാനായിട്ട് ഇടയാകുവാണ്. അപ്പോൾ ഒരു ഓഫർ കൊടുക്കുകയാണ് നമ്മുടെ നാഗവല്ലിക്ക്, എൻ്റെ ഇല്ലത്തേക്ക് പോകുന്നോളെ, എൻ്റെ ആലമുട്ടിൽ തറവാട്ടിലേക്ക് പോകുന്നോളെ, അവിടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് നൃത്തം ചെയ്യാനായിട്ടുള്ള അവസരം ഞാൻ തരാം, ഞാൻ നിങ്ങൾക്ക് പണം തരാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നാഗവല്ലിക്ക് ഇത് നിഷേധിക്കാനായിട്ട് കഴിയില്ല. കാരണം ജീവിതം വളരെ കഷ്ടത്തിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്ത് വില കൊടുത്തും എനിക്ക് ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുള്ളത് കൊണ്ടാണ് നാഗവല്ലി വളരെയധികം അങ്ങനെ നാഗവല്ലി ആലമൂട്ടിൽ തറവാട്ടിലേക്ക് എത്തിച്ചേരാണ്. അപ്പോൾ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അപ്പോൾ നാഗവല്ലിക്ക് മനസ്സിലായി താങ്കൾക്കും ഈ സ്വത്തിന്റെ അവകാശം വേണം, താങ്കൾക്കും എന്തെങ്കിലും സ്വത്ത് വേണം എന്നുള്ളൊരു അത്യാഗ്രഹം നാഗവല്ലിയുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊച്ചുകുഞ്ഞ് ചാക്യാരനെ കൂട്ടിലാക്കി വശത്താക്കി അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാമെന്നുള്ളൊരു മോഹം നാഗവല്ലിക്ക് തോന്നുകയാണ്. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം കൊച്ചുകുഞ്ഞ് ചാക്യാര് മരണപ്പെട്ട് കാണുകയാണ്. കൊച്ചുകുഞ്ഞ് ചാക്യാരിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതും കുടുംബത്തിൽ തന്നെ ആ ഒരു ആലമൂട്ടിൽ തറവാട്ടിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. മക്കളും അതുപോലെ തന്നെ മരുമക്കളും നാരായണ അമ്മയുടെ മക്കളും അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കൾ ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തും അതുപോലെ തന്നെ ഒരുപാട് ശത്രുക്കള് പുറത്തും ഉണ്ടായിരുന്നു. കാരണം ഇരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു കുടുംബം ഇത്രയ്ക്കും പ്രഭു രാജാവിന് താഴെയുള്ള ഇത്രയ്ക്കും വലിയൊരു സ്ഥാനം കരസ്ഥമാക്കുന്നത് ബാക്കിയുള്ള ഉയർന്ന ജാതിക്കാർക്കും തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം വളരെയധികം അധികമായിരുന്നു. അപ്പോൾ ദിവസങ്ങൾ എങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു മരണം ഈ ഒരു ആലമൂട്ടിൽ തറവാട്ടിൽ ഈ ഒരു
കൊച്ചുകുഞ്ഞു ചാക്യാരുടെ മരണം അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ കൊച്ചുകുഞ്ഞു ചാക്യാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്രയ്ക്കും വലിയൊരു പ്രഭു, ഇത്രയും വലിയ രാജാവിന്റെ അടുത്ത സഹായി ആയതുകൊണ്ട് തന്നെ രാജാവ് നേരിട്ടൊരു അന്വേഷണത്തിന് തന്നെ മുതിർന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മൂത്ത മകനായിട്ടുള്ള നാരായണമ്മയുടെ മൂത്ത മരുമകനെ പട്ടാളക്കാര് സൈനികര് പിടിച്ചു കൊണ്ടുപോയിട്ട്, രാജാവിന്റെ സൈനികര് പിടിച്ചു കൊണ്ടുപോയിട്ട് പൊതുജനത്തിന്റെ മധ്യേ തൂക്കിലേറ്റുകയാണ് ചെയ്തത്. കൊച്ചുകുഞ്ഞു ചാക്യാരുടെ മരണത്തിന് കാരണമായത് നാരായണിയമ്മയുടെ മൂത്ത മരുമകനാണെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കിലേറ്റുകയാണ് ചെയ്തത്. പക്ഷെ സത്യത്തിൽ യഥാർത്ഥ കഥ നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ സത്യത്തിൽ അതല്ല സംഭവിച്ചിരുന്നത്. കൊച്ചുകുഞ്ഞു ചാക്യാരുടെ മരണത്തിന് കാരണമായിട്ടുള്ളത് നാരായണിയമ്മയുടെ മരുമകനല്ല, നാഗവല്ലി തന്നെയാണ് ആ ഒരു കൊലപാതകം ചെയ്തത് എന്നാണ് യഥാർത്ഥ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നാഗവല്ലിക്ക് ആ ഒരു അന്തപുരത്തിലെ ആ ഒരു ആലമുട്ടിൽ തറവാട്ടിലെ ഒരു നർത്തകരുമായിട്ട് ഒരു പ്രണയത്തിലായി ആകുകയാണ്. അപ്പോൾ ആ നർത്തകരെ സ്വന്തമാക്കണമെന്ന് ഒരു ആഗ്രഹം നാഗവല്ലിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിന് എതിരായിട്ട് ഈ ഒരു കൊച്ചുകുഞ്ഞു ചാക്യാര് ഇതിനെതിരായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പ്രണയം പിടിക്കുകയാണ് കൊച്ചുകുഞ്ഞു ചാക്യാര്. അപ്പോൾ കൊച്ചുകുഞ്ഞു ചാക്യാരെ വകവരുത്തിക്കൊണ്ട് തന്നെ ആ ഒരു കാര്യം നിർവഹിക്കണം, തങ്ങളുടെ പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം നാഗവല്ലിക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചെയ്തതാണ് നാഗവല്ലി എന്നാണ് യഥാർത്ഥ കഥ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു നാഗവല്ലിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരും. ഗുഡ് ബൈ.